എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും തരിക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ കാണുമ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 100 ദിവസത്തെ കഴിയാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബിഗ് ബോസിൻ്റെ ഷോയിലൊന്ന് പങ്കെടുക്കണമെന്നുണ്ട്. ഷോയിലേക്ക് കണ്ടസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ആയിട്ടായാലും ബിഗ് ബോസ് വിളിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ഇരിക്കുകയാണ്. വിളിച്ചാൽ തീർച്ചയായിട്ടും ഓഡിയൻസിൽ ഒരാളായി പോയി ഇരിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ കണ്ടസ്റ്റൻറ്റിനെയൊക്കെ ഒന്ന് കാണാമല്ലോ, നേരിട്ട് കാണാമല്ലോ എന്ന ഒരാഗ്രഹം മാത്രമാണ് കേട്ടോ. നോക്കാം, വിളിക്കുകയാണെങ്കിൽ ഞാനും ചെന്നൈയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. നമുക്ക് ബിഗ് ബോസിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ഇട്ടേക്കണേ. ബിഗ് ബോസിലെ കഴിഞ്ഞ ആഴ്ചയിലെ രസകരമായ ഗെയിമുകൾക്ക് ശേഷം സാബുമാൻ കയറി. സാബുമാൻ വന്നതിന് ശേഷം എല്ലാവരെയും ഒതുക്കി കൊണ്ടുവരുന്നുണ്ട് സാബുമോൻ ഫസ്റ്റ് സീസണിലെ വിന്നറാണ്. അപ്പോൾ ബിഗ് ബോസും പറഞ്ഞ പ്രകാരം മാത്രമേ ഉള്ളൂ സാബുമോൻ അവിടെ സംസാരിക്കുള്ളൂ. ബിഗ് ബോസ് എന്താണ് പറഞ്ഞത്? എല്ലാവരെയും റോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സാബുമോൻ എല്ലാവരെയും റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നല്ല റോസ്റ്റ് അല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പ് ഫ്രൈ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ. ഷാലോ ഫ്രൈ ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കാം. അനുമോളും ഷാനവാസും ഒക്കെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ആര്യനെ ആദില ഡീപ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനീഷിനെ തിരിച്ചങ്ങോട്ട് കടിക്കാൻ ചെന്നാൽ പിന്നെ തിരിച്ച് കടിക്കാൻ ഓടിച്ചെന്ന ഒരു പട്ടിയെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടിയെടുത്ത് അടിക്കുകയോ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. പട്ടി തിരിച്ച് വീണ്ടും കടിക്കുമെന്നറിഞ്ഞാൽ പോലും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാൻ നോക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? അതുപോലെ തന്നെയാണ് അനീഷിൻ്റെ കാര്യം. അനീഷിൻ്റെ മെക്കിട്ട് കയറി അങ്ങോട്ട് അനീഷിനെ തുരത്താൻ ചെന്നപ്പോൾ അനീഷ് തിരിച്ചു കൊടുത്തു. അനീഷ് വിജയിക്കും, കപ്പുമായി വരും എന്ന് ഉള്ളതുകൊണ്ടാണ് അനീഷിനെ അവിടെ ഡീപ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിനെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുമ്പോഴും ഷാനവാസ് രുദ്രനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഷാനവാസ് ഒന്നും ശരിക്കും ഗെയിം കളിക്കുന്നില്ല. ഷാനവാസ് അവിടെ നിന്നു പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കാര്യമായിട്ട് ഗെയിം കളിക്കുന്നത് ആര്യൻ കളിക്കുന്നുണ്ട്, അനുമോള് കളിക്കുന്നുണ്ട്, അനീഷ് കളിക്കുന്നുണ്ട്, ശരിയായ ഗെയിം. നൂറ കളിക്കുന്നുണ്ട്, ലക്ഷ്മി, ഭിന്നി, ആദില, അക്ബർ ഒരു ഗെയിമും ഇല്ല അക്ബറിനിപ്പോൾ. അക്ബർ അവിടെ ഇരുന്ന് കുറ്റം പറയുന്നു, ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നു. പരസ്പരം പഴിചാരലല്ലാതെ അവിടെ വേറൊന്നും നടക്കുന്നില്ല. അക്ബർ, നെവിന്, ലക്ഷ്മി, ആദില, ഭിന്നി കുറച്ചൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഭിന്നിയും മടിച്ചിയായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ദിവസങ്ങൾ കഴിച്ച് ഓരോ ദിവസവും 24 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയാൽ പൈസ കിട്ടും. ഓരോ ദിവസം അവിടെ നിൽക്കുന്നതിനുള്ള പണം കിട്ടുമല്ലോ. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ലക്ഷ്മിക്കും ഭിന്നി, അക്ബർ, ആദില ഇവരെ 4 പേരും കളിക്കുന്നത്. ഷാനവാസ് കുറെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഷാനവാസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാലും ഇന്നത്തെ ഒരു ഗെയിം കണ്ടു. അതിലൊക്കെ ഷാനവാസ് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഓടിയിട്ട് നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസ് അത് കളിച്ചുകൊണ്ട് ആ ടീം വിജയിച്ചു. ഓടി എത്തണമെങ്കിൽ നല്ല സ്പീഡ് വേണം. അത്രയും അതിനകത്ത് ഒന്ന് ഷാനവാസിൻ്റെ അസുഖം, പിന്നെ ഏജ്,
കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിൽ പോലും ആ സ്ഥലത്തേക്ക് ഓടി പെട്ടെന്ന് വന്ന് എടുത്തു കൊണ്ടുപോയി അവിടെ ഒട്ടിക്കണം. അങ്ങനെ ഉള്ള ഒരു ഗെയിം കണ്ടപ്പോൾ തോന്നിയത് ഷാനവാസ് ശരിക്കും കളിക്കുന്നതായിട്ട് തന്നെയാണ്. കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഷാനവാസിന് പുറത്തോട്ടാണ് പോകാൻ സാധ്യത. ആദില ഇപ്രാവശ്യം ക്യാപ്റ്റൻ ആയതുകൊണ്ട് നിലവിൽ ക്യാപ്റ്റനെ ആർക്കും ഔട്ടാക്കാൻ പറ്റില്ല, എവിക്ഷൻ വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ആദില ചിലപ്പോൾ ഈ ആഴ്ച സേവ്ഡാണ്. അടുത്ത ആഴ്ച ആദില മിക്കവാറും പോകും. നോറ ഒരു ഭാരമായതുപോലെയാണ് ആദിലയുടെ ചിലപ്പോഴൊക്കെയുള്ള സംഭാഷണം കേട്ടിട്ട്. ആദില പറയുന്നത്, നോറ ഞാൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അനുമോളും നൂറയും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൻ്റെ അടുത്ത് പോയി അവിടെ പോയി ഇരുന്നിട്ട് സംസാരിക്കാനോ എന്തോ ഉറങ്ങാനോ ഒക്കെയാണ് പോയത് എന്നാണ് ആദില പറയുന്നത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സ്വകാര്യമായുള്ള സംഭാഷണത്തിനും ഉറങ്ങാനും ഡ്രസ്സിംഗ് റൂം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഓടി അവിടെ എത്തി, ആര്യനും ആദിലയും. കാരണം ബിഗ് ബോസ് അവിടുന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ ചോദിച്ചപ്പോൾ ആദില അവിടെ വന്ന് കാവലിരിപ്പായി. അങ്ങനെ കാവലിരിക്കുമ്പോൾ ആദിലയ്ക്ക് നോറയോട് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു, നീ എന്നെ വെറുതെ ഇതാക്കാൻ നിൽക്കരുത്. ആദിലയും നൂറയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവരെ ഈ ഗെയിമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ ആദിലയുടെയോ നൂറയുടെയോ വീട്ടുകാരും തന്നെ ഇന്നേ ദിവസം വരെ വന്നിട്ടില്ല, ബിഗ് ബോസിനകത്ത് വന്നിട്ടില്ല. കാരണം അവർക്ക് താല്പര്യമില്ല, ഇവരുമായിട്ട് സംസാരിക്കാനും ഒന്നും അവർക്കാർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ വരില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരെ വിളിക്കേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സാബുമാൻ വന്നിട്ട് അവിടെ ഒരു കഥ പറച്ചിലും കഥയെഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു. കഥ പറച്ചിലിൽ നിന്നും അനീഷിനെ ഒരുപാട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാബുമാൻ അനീഷിനെ ടോർച്ചർ ചെയ്തിരിക്കുന്നുണ്ട്. അനീഷിനെ എന്നല്ല, എല്ലാവരെയും ഫസ്റ്റ് തന്നെ കയറി വന്നപ്പോൾ തന്നെ ടോർച്ചറിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സാബുമാൻ. അത് കഴിഞ്ഞ് പിന്നെ സാബുമാൻ ഓരോരുത്തരെ ആയിട്ടിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരാളാണ് അനീഷുമായിട്ട് ഷാനവാസ് കൊമ്പ് കോർത്ത് നിൽക്കുന്നുണ്ട്. ഷാനവാസ് മിക്കവാറും അനീഷിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. ഷാനവാസ് ഇന്നലെ ആര്യനെ അടിച്ചു. അടി നന്നായിട്ട് മുഖത്ത് കൊണ്ടതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ അടിയിൽ ആര്യൻ്റെ പല്ല് പോയി എന്നും കേൾക്കുന്നുണ്ട്. ഒറ്റ അടിക്ക് പല്ല് ഞാൻ കൊഴിക്കുമെന്ന് പറഞ്ഞതേ ഷാനവാസിന് തന്നെ ഓർമ്മയുള്ളൂ. ഷാനവാസ് ഒരടിയും കൊടുത്തു, പല്ല് തെറിച്ചും പോയി. എന്താ ചെയ്യുക?